ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവഗിരി വാഴുന്ന ശ്രീ ഗുരുദേവനെ അകതാരിലെപ്പോഴും കാണുമാറാകണം. ചിങ്ങച്ചതയത്തിൽ ഭൂജാതനാകിയ ചിന്മയനാം ഗുരു കാണുമാറാകണം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 182 ഇത് നിൻ്റെ വീടോ. ഭാഗം 182 ഇത് നിൻ്റെ വീടോ ഇവിടെ ആരംഭിക്കുന്നു. ഒരു ദിവസം മണ്ണന്തല ക്ഷേത്രത്തിൽ വന്ന് ഗുരുദേവൻ താമസിക്കുകയായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് നേരം വെളുക്കും മുമ്പ് തന്നെ ഗുരുദേവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഗുരുദേവൻ്റെ ശയനമുറിയോട് ചേർന്ന് പുറത്തു കിടക്കുകയായിരുന്ന കുഞ്ഞുകൃഷ്ണനും അപ്പോൾ എഴുന്നേറ്റ് ഗുരുദേവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം നടന്ന ശേഷം ഗുരുദേവൻ നിന്നു. പിന്നീട് അവിടെ നിന്നും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു നടക്കുവാൻ തുടങ്ങി. ആ വഴിയരികിലായിരുന്നു കുഞ്ഞുകൃഷ്ണൻ്റെ ഭവനം. ഗുരുദേവനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന് കുഞ്ഞുകൃഷ്ണന് അപ്പോൾ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഒന്ന് കയറിയിരിക്കുവാൻ പോലും വേണ്ടത്ര സൗകര്യം ആ വീട്ടിലുണ്ടായിരുന്നില്ല. അതിനാൽ ഗുരുദേവനെ ക്ഷണിച്ചാൽ എവിടെ ഇരുത്തുമെന്ന് ചിന്തിച്ചപ്പോൾ കുഞ്ഞുകൃഷ്ണൻ തൽക്കാലത്തേക്ക് തൻ്റെ ആഗ്രഹത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഗുരുദേവൻ മുന്നിലായും കുഞ്ഞുകൃഷ്ണൻ പിന്നിലായുമാണ് നടന്നിരുന്നത്. അല്പനേരത്തിനകം അവർ കുഞ്ഞുകൃഷ്ണൻ്റെ വീടിനടുത്തെത്തി. ഗുരുദേവനെ കണ്ടതോടെ കുഞ്ഞുകൃഷ്ണൻ്റെ മാതാപിതാക്കൾ വീട്ടിൽ നിന്നും വഴിയിലേക്കിറങ്ങി വന്നു തൊഴുതു നിന്നു. അവരെ കാരുണ്യപൂർവ്വം നോക്കി അനുഗ്രഹിച്ച ഗുരുദേവൻ സമീപത്തുള്ള അവരുടെ കൊച്ചു വീട്ടിലേക്ക് നോക്കി. എന്നിട്ട് കുഞ്ഞുകൃഷ്ണനോടായി ചോദിച്ചു, ഇത് നിൻ്റെ വീടോ? അതേ സ്വാമി, കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞു. എന്ന് ഗുരുദേവൻ മൂളി. അതിനുശേഷം മണ്ണന്തല ക്ഷേത്രത്തിലേക്ക് മടക്കമായി. പിൽക്കാലത്ത് ആ കൊച്ചു വീട് നിന്നിരുന്നിടത്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പരിഷ്കൃതമായൊരു വീട് നിർമ്മിക്കുവാൻ കുഞ്ഞുകൃഷ്ണന് കഴിഞ്ഞു. ഗുരുദേവൻ്റെ അന്നത്തെ ആ ഒരു നോട്ടമാണ് അതെല്ലാം ഉണ്ടാക്കുവാൻ നിമിത്തമായതെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. ശിവഗിരി വാഴുന്ന ശ്രീ ഗുരുദേവനെ അകതാരിലെപ്പോഴും കാണുമാറാകണം. ചിങ്ങച്ചതയത്തിൽ ഭൂജാതനാകിയ ചിന്മയനാം ഗുരു കാണുമാറാകണം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 182 ഇത് നിൻ്റെ വീടോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.